സൈത്തെ പൊക്കലടാ കയറില്ല കേട്ടോ, ആരും ഫ്രണ്ടിലോട്ട് കയറില്ല. അതിന് ബ്രോ സെറ്റല്ലേ ബ്രോ? മാക്സിമം മുന്നോട്ട് കയറില്ല, മുന്നോട്ട് കയറില്ല, കൈ ഫ്രണ്ടിലോട്ട് കയറില്ലേ? എത്ര പേര് എടാ ഫോൺ അത്ര കയറില്ല ഏട്ടാ, സൂമുള്ള ഫോണോ എടാ ആ ഫ്രണ്ട് താഴെ ഇരിക്കും, താഴെ എടാ ഫോൺ അടിപ്പിക്കല്ലേ സൈഡിൽ അവിടെ. ചേട്ടാ ഫോൺ ഇങ്ങനെ കൊണ്ടുവരില്ലേ ചേട്ടാ? ചേട്ടാ ഫോൺ സൈഡിലോട്ട് നിന്ന് ബ്രോ, ഫ്രണ്ടിലുള്ള ബ്രോ, ഫ്രണ്ടിൽ ബ്രോ, റെഡ് ഇട്ട് ബ്രോ ഒന്ന് സൈഡിലോട്ട് നിൽക്കുന്ന എല്ലാവരും കൊടുക്കാൻ മതിയാക്കി. ബസ്സിലിടിച്ചേട്ടാ നിൽക്കണ്ടോ? ബ്രോ കുളിഞ്ഞേരി ഫോണൊന്ന് സൈഡിലോട്ട് പോവാ. പോരെ അവിടെ ഗിംബിൾ കുറച്ച് ബാക്കിലോട്ട് പിടിക്കും. ചേട്ടാ Action. Puja. ഒന്നും പറയാനില്ല, ഇതൊക്കെ എല്ലാം മിസ്റ്ററിയാണ്. ഉഗ്രൻ സ്ക്രിപ്റ്റാണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ
ക്രൂ മെമ്പേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് ട്രയലൊക്കെ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും സംതൃപ്തി ഒരു സ്ക്രിപ്റ്റിൽ. ഞാൻ മാർച്ച് 2025 കേട്ട സബ്ജക്റ്റാണ്. ഫൈനലി നമുക്ക് ഓൺ ഫ്ലോർസ് പോകാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ്. ആൻഡ് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കോ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഉണ്ണിമായ ചേച്ചി ഇവിടെ ഇല്ല അപ്പം, പക്ഷേ ഐ ലുക്ക് ഫോർവേഡ് ടു എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, ഒരു ഹൂഡനിറ്റാണ്, പക്ഷേ ഭയങ്കര ടൈറ്റ്ലി റിട്ടൺ സ്ക്രിപ്റ്റാണ്. ഒബ്വിയസ്ലി ഒരു പോലീസ് സൂപ്പർവിഷൻ കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗും ആയതുകൊണ്ട് ഐ കാൺ വെയിറ്റ് ഫോർ വിജയരാഘവൻ സർ ടു ജോയിൻ. അദ്ദേഹത്തിനോട് എനിക്ക് ഇതിനു മുമ്പ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒത്തിരി സീനിയേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ഇപ്പം. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. എന്തായിരുന്നു അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോലീസ് കോസ്റ്റ്യൂം. ഞാൻ ദൂത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുഗു സീരീസിലാണ് ഇതിനു മുമ്പ് ഒരു പോലീസ് വേഷം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് പോലീസ് യൂണിഫോമിൽ തന്നെയായിട്ട് ഒരു മുഴുനീളൻ റോള് കിട്ടിയിരിക്കുന്നത്. സോ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. I've been reading up about it. I've been training physically. എന്തൊക്കെ ട്രെയിനിങ് ആണോ അതൊക്കെ ചെയ്യുന്നുണ്ട്. So you'll see. I hope it will be done properly. വേറൊരു പടത്തിനെ കുറിച്ച് ചോദിച്ചോട്ടെ. നോബഡിൻ്റെ പ്രോജക്റ്റ് ഫിനിഷ് ആകുന്നതേ ഉള്ളൂ. എൻ്റെ പോർഷൻസ് കഴിഞ്ഞു. അവരിപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ബാക്കിയുള്ള പിക്കപ്പ് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പോസ്റ്റേഴ്സാണ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു രാജേട്ടൻ്റെ. എന്താണ് അതിൻ്റെ ഒരു ജോണർ എന്താ പ്രതീക്ഷിക്കുന്നത് രാജേട്ടൻ? ഐ വുഡ് സേ സോഷ്യൽ കോമെൻട്രി ഫോർ നൗ. ഇപ്പോഴത്തേക്ക് ഞാൻ സോഷ്യൽ കോമെൻട്രീനെ പറയുന്നുള്ളൂ, പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇതുവരെ നമ്മൾ മലയാളം സിനിമയിൽ കാണാത്തൊരു ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. ശക്തമായൊരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു സിനിമയായിരിക്കും. I feel like if I am part of a project, there will always be something political about it. And I think നിസാം ബഷീറിൻ്റെ ഇതിന് മുമ്പുള്ള പിക്ചേഴ്സിലും അത് കാണാൻ പറ്റിയിട്ടുണ്ട്. So he's doing that again. എത്ര ദിവസം ഉണ്ടായിരുന്നു? Altogether about 45 days I think. രാജേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. So yeah, now I'll go get ready for the shoot. Okay, thank you. എപ്പോഴും സന്തോഷമുള്ള കാര്യമല്ല ഒരു സിനിമ തുടങ്ങുക, അതിൽ അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് നമ്മൾ ഒരുപാട് നാളായിട്ടുള്ള സുഹൃത്താണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കുറേ നാളുകളായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്, ഭയങ്കര രസമുള്ള ടെക്നിക്കൽ ക്രൂ ആണ്, നല്ല ആക്ടേഴ്സാണ്. അപ്പോൾ പാർവതി ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന സിനിമയുണ്ടായിരുന്നു. അതെ, ഭയങ്കര അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചാർജൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ സിനിമ തുടങ്ങിയിട്ടില്ലല്ലോ, അതിനിപ്പോൾ നമ്മളൊന്നും പറയുന്നത് ശരിയല്ല. എന്നാൽ ഭയങ്കര ഹോപ്പാണ് ഒരു സിനിമ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഔട്ട്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ഷാഹിദ് നമ്മൾ ഒരുപാട് നാളായിട്ടുള്ള സുഹൃത്തുക്കൾ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷം തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് സനൂപ് ഷാദൊക്കെ. അപ്പോൾ അവരുടെ ഒരു സിനിമ തുടങ്ങുന്ന നമ്മളതിൻ്റെ ഭാഗമെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷം. താങ്ക്സ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേഷമാണ്, പോലീസുകാരൻ്റെ ഒരു വേഷമാണ്, SI. അപ്പോൾ അത് ഇവരുടെയൊക്കെ കൂടെയുള്ള കോമ്പിനേഷനിൽ ഗംഭീരമായിരിക്കും. പാർവതിയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്, വിജയരാഘവൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളതും ഒക്കെയാണ് എൻ്റെ ഒരു മേജർ എക്സൈറ്റ്മെൻറ്റ് പോയിന്റ്. സിദ്ധാർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സിനിമകളിലും ഒരു ഭയങ്കര പ്ലോട്ട് എത്തിക്കുക, സിനിമയുടെ കോറിലേക്ക് എത്തിക്കുന്ന ക്യാരക്ടർ. ഇപ്പോൾ ബബ്ബയിലാണെങ്കിലും വളരെ കോറിലേക്ക് എത്തിക്കുന്ന ക്യാരക്ടറാണ് എത്തിയത്. അതിൽ പല സിനിമകളിലും സിനിമയുടെ കോർ സബ്ജക്റ്റ് എവിടെയാണ് എത്തേണ്ടത് അതിൻ്റെ ഒരു ലീഡ് ആവുക, അതിനൊരു ഡോർ ആവുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ അതുപോലെ ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് ആയിരിക്കും. ഞങ്ങളൊരു ഗ്രൂപ്പാണ്, അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ അതിലൊരു വൺ ഓഫ് ദ മെയിൻ ഗൈയാണ് പറഞ്ഞ പോലെ ഒരു ഡോറോ ഒരു വഴിയോ എന്തായാലും. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു. സിനിമ ഒന്ന് സ്റ്റാർട്ടാവുകയാണ്, അപ്പോൾ എന്തായാലും വിഷയം പറയാനുള്ളത്? ഹലോ, ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് കാലമായിട്ട് സിനിമയുടെ പുറകെ ആയിരുന്നു. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് കിടിലം ആർട്ടിസ്റ്റുകളുടെ കൂടെ, ബഞ്ച് ഓഫ് കിടിലം ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഭയങ്കര ഹാപ്പി ആണ്. ഇപ്പോൾ പാർവതി പറഞ്ഞു 2025 മാർച്ചിൽ കേട്ടൊരു കഥയാണ്. ഇത്ര ഒരു ലോങ് ടൈം പ്രോസസ്സായി. എന്താണ് അതിൻ്റെ ഒരു ഇതിങ്ങനെ അതിൻ്റെ എഴുത്ത് പരിപാടികൾ, ചേഞ്ചസുകൾ അങ്ങനെ കുറച്ചധികം എടുത്തു. പിന്നെ എല്ലാം ഉദ്ദേശിച്ച ആർട്ടിസ്റ്റുകളിലോട്ട് തന്നെ എത്തിപ്പെടാനുള്ളൊരു സമയം അവരുടെയൊക്കെല്ലാം എത്തിവരണ്ടേ. അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു. നിരവധി പോലീസ് സ്റ്റോറികൾ മലയാള സിനിമയിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്? അങ്ങനെ ഭയങ്കര പ്രത്യേകത ഒന്നും സിനിമ വരട്ടെ നല്ലൊരു. ഇപ്പോൾ ഇതിലെ ടെക്നീഷ്യൻസും ഇതിലെ ആർട്ടിസ്റ്റുകളും തന്നെയാണ് ഈ പടത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് വെക്കാനുള്ളത്. പിന്നെ ഒരു നല്ല സിനിമയാണ്, ഒരു പോലീസുകാരൻ തന്നെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റുമാണ്. അപ്പോൾ അതിൽ കുറേ ലൈഫൊക്കെ കണക്ട് ചെയ്ത് പോകുന്നൊരു സിനിമയായിരിക്കും.
പാർവതി തന്നെ പറയുന്നു ഫസ്റ്റ് പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. വൈ പാർവതിനെ ചൂസ് ചെയ്യാണ്ടായിട്ട്? ഇല്ല, ഇതിൽ അലീന അബ്രഹാം എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ആ കഥാപാത്രം ചെയ്യാൻ പാർവതി തന്നെയാണ് ആപ്റ്റെന്ന് ഞങ്ങൾക്കും അറിയായിരുന്നു. പാർവതിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ വെയിറ്റിങ്ങും, അതുവരെ ഉണ്ടായിരുന്ന വെയിറ്റിങ്ങും അവരുടെ ഷെഡ്യൂൾസും ഒക്കെ തീർന്നു വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. സോ അതിനുവേണ്ടി എല്ലാവരും അതുപോലെ കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു. ഇതാണ് റൈറ്റർ. എന്താണ് പറയാനുള്ളത്? സിനിമ കണ്ടൻറ്റിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. ഇതൊരു പോലീസ് സ്റ്റേഷനും അതിൽ ഉള്ള ഒരു കുറച്ച് പോലീസുകാരുടെ ഒരു രസകരമായ സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ത്രില്ലറാണ്.